Hi guys, welcome back to debugmedia. അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നമ്മൾ nodejs-ന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. അതായത് nodejs എന്താണെന്നും അതിൽ എന്തെല്ലാം നമ്മൾ പഠിക്കുന്ന എല്ലാതാണ് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ നമ്മൾ കവർ ചെയ്തത്. ഇനിയിപ്പോൾ ഈ ട്യൂട്ടോറിയൽ നമ്മൾ nodejs കോഡ് ചെയ്ത് തുടങ്ങാൻ പോകണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് കാണാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതൊരു വലിയ സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അവസാനം നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതായിരിക്കും ഈ പഠിച്ച ടെക്നോളജി ഒക്കെ വെച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേണം ഫോളോ ചെയ്യാൻ. ഇടയിൽ നിന്ന് കയറി കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷേ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നത് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വെബ് ഡെവലപ്പിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എൻ്റെ ചാനലിൽ പോയതിനു ശേഷം വീഡിയോസിൻ്റെ ടാബ് അമർത്തിയിട്ട് ആറ്റം താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ വീഡിയോ കാണാൻ പറ്റും, വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് മുതൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് HTML, CSS, JavaScript കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ എത്തുമ്പോഴത്തേക്കും നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് ഡെവലപ്പർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയില്ലെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണരുത്. അപ്പോൾ nodejs ചുരുക്കി പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് സർവർ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് നന്നായി അറിയണം. അപ്പോൾ അതറിയില്ലെങ്കിൽ അതും എൻ്റെ ചാനലിലുണ്ട്, അത് ആദ്യം പോയി കാണുക. പിന്നെ നമുക്ക് ഈ സീരീസിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇവിടെ നമുക്ക് റെക്കമെൻഡ് വേർഷനും ഉണ്ട്, ലേറ്റസ്റ്റ് ഫീച്ചറും ഉണ്ട്. നമ്മളെപ്പോഴും റെക്കമെൻഡ് ഫീച്ചറാണ് എടുക്കേണ്ടത്. കറന്റ് ഫീച്ചറിൽ നമുക്ക് എന്തെല്ലാം ബഗ്സ് ഉണ്ടാവും അറിയില്ല. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് തന്നെ ബ്രേക്ക് ആവും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അതിന്റെ ചേഞ്ച് ലോഗ് വായിച്ചിട്ട് മനസ്സിലാവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് വായിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് വേർഷൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് കിട്ടും. അപ്പോൾ എൻ്റെ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് വന്നത്. അപ്പോൾ അതായത് ചേഞ്ച്, റിപ്പയർ, റിമൂവ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങളുടെ കേസിൽ അത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചേഞ്ച് അമർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു പോപ്പപ്പ് ആയിരിക്കും വരാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ് നെക്സ്റ്റ് അടിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ NPM ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ആദ്യം NPM ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓർഡർ മാറും. പക്ഷേ എല്ലാതും ഇൻസ്റ്റാൾ ആവും, ജസ്റ്റ് അതിൻ്റെ ഓർഡർ മാറും എന്നുള്ളൂ. NPM ഇൻസ്റ്റാൾ അമർത്തിയിട്ട് നെക്സ്റ്റ് അമർത്താം. പിന്നെ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല, കാരണം ഇത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു പാക്കേജാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് അടിക്കാം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ 2-3 നെക്സ്റ്റ് കിട്ടും. പക്ഷേ എൻ്റെ അത് ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് എൻ്റെ ഇപ്പോൾ അത് വരാത്തത്. പക്ഷേ നിങ്ങൾ അത് ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് തുറക്കുക. അത് സെർച്ച് ബാറിൽ പോയിട്ട് CMD അമർത്തിയതിനു ശേഷം ജസ്റ്റ് ഇവിടെ നോഡ് സ്പേസ് V എന്ന് അമർത്തിയിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കറന്റ് നോഡിൻ്റെ വേർഷൻ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് NPMൻ്റെ വേർഷൻ കാണുമെങ്കിൽ ജസ്റ്റ് NPM സ്പേസ് -V അമർത്തി കഴിഞ്ഞാൽ NPMൻ്റെ വേർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ nodejs ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് അർത്ഥം. ഇനി നമുക്കിത് കോഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ അഡ്രസ് ബാറിൽ വന്നിട്ട് CMD എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഈ പാത്തിൽ തന്നെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആവും. വിൻഡോസ് യൂസറിനാണ്. പക്ഷേ നിങ്ങളിപ്പോൾ മാക്കോ ഉബുണ്ടു യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങളിൽ വേറെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നിങ്ങൾ VS കോഡാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഷോർട്ട് കട്ടായിട്ട് VS കോഡ് തുറക്കാൻ വേണ്ടിയിട്ട് കോഡ് സ്പേസ് ഡോട്ട് CODE സ്പേസ് ഡോട്ട് ഇത് അമർത്തിയിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാത്തിൽ തന്നെ ഒരു VS കോഡ് ഓപ്പൺ ചെയ്ത് തരും. അപ്പോൾ ഇത് VS കോഡിൻ്റെ ചെറിയ ഷോർട്ട് കട്ടാണ്. നിങ്ങൾക്കിപ്പോൾ VS കോഡിൻ്റെ ഷോർട്ട് കട്ട്സ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ VS കോഡിൻ്റെ ട്യൂട്ടോറിയലും ഉണ്ട്. എല്ലാ ഷോർട്ട് കട്ട്സും ഈ തീം എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. അത് പോയി കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ നോഡ് ഇതിൽ ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ സാധാരണ ഫയൽ ഉണ്ടാക്കിയിട്ട് റൺ ചെയ്താൽ അത് റൺ ആവില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഗിറ്റ് ട്യൂട്ടോറിയൽ നമ്മൾ ഗിറ്റ് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഗിറ്റ് ഇന്നിറ്റ് നടിക്കും. അപ്പോഴാണ് ഗിറ്റ് ആ പ്രോജക്റ്റിൽ ഇനീഷ്യലൈസ് ആവുക. അപ്പോൾ അതേപോലെ നോഡും വർക്ക് ആണെങ്കിൽ നമുക്ക് ആദ്യം NPM അതിൽ ഇനീഷ്യലൈസ് ചെയ്യണം. കാരണം NPM എന്ന് പറഞ്ഞാൽ നോഡ് പാക്കേജ് മാനേജറാണ്. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ പ്ലഗ്ഇനും ഡിപ്പെൻഡൻസിയും കാര്യങ്ങളൊക്കെ അതിൽ ഇൻസ്റ്റാൾ ആയി കിടക്കും. നമ്മൾ സാധാരണ റിയാക്റ്റിൽ കാണില്ലേ package.json ഫയൽ, അതാണ് ചുരുക്കി പറഞ്ഞാൽ NPM ചെയ്യുന്നത്. അത് നമ്മളെല്ലാ പാക്കേജും മാനേജ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം NPM ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് NPM സ്പേസ് ഇന്നിറ്റ് എന്ന് അടിച്ചിട്ട് എൻ്റർ അമർത്തും. ഇത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു മെസ്സേജ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പാക്കേജ് നെയിം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ പറ്റും. ഈ പ്രോജക്റ്റിൻ്റെ പേര് എന്തായാലും കൊടുക്കുക. നമുക്ക് ഇവിടെ ജസ്റ്റ് debug-media എന്ന് കൊടുക്കാം. ഇതിപ്പോൾ അത് നിങ്ങൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഇവിടെ നോഡ് കണ്ടില്ല, അത് ഡിഫോൾട്ട് ആയിട്ട് വരും. എന്നിട്ട് ഇത് എൻ്റർ അമർത്തും. അപ്പോൾ നമുക്ക് വേർഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഓരോ പ്രോജക്റ്റിനും ഓരോ വേർഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇനി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ വേർഷൻ മാറും. അതായത് 2.0, 3.0 അങ്ങനെ ഓരോ വേർഷൻസ് മാറും. നമുക്കിതൊന്നും കൊടുക്കണ്ട. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, എൻട്രി പോയിന്റ് ഉണ്ട്, ടെസ്റ്റ് കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എൻ്റർ അടിച്ച് പോയാൽ മതി. ഇപ്പോൾ അതൊക്കെ കൊടുക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടി എൻ്റർ അമർത്തി കഴിഞ്ഞാൽ അത് മൊത്തം നമുക്കിവിടെ package.json ഫയൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിൽ പോയാൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റിയാക്റ്റിൽ NPM ഇൻസ്റ്റാൾ റിയാക്ട് റൗട്ടർ ഡോം എന്നൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് അതിന്റെ ഡീറ്റെയിൽ വരാം. പിന്നെ നോഡ് മോഡ്യൂളും ക്രിയേറ്റ് ആവും, പാക്കേജ് ലോക്കും ക്രിയേറ്റ് ആവും. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞാൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റിയാക്റ്റിൽ package.json ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോ പാക്കേജും അതിന്റെ വേർഷൻ നമ്പറൊക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ അഥവാ നിങ്ങൾക്കിപ്പോൾ എല്ലാതും ഡിഫോൾട്ടായിട്ട് വേണം package.jsonൽ എൻ്റർ അടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഈ package.json ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ വന്നിട്ട് NPM ഇനിറ്റ് അടിച്ചതിന് ശേഷം സ്പേസ് -y ഇത് അമർത്തി കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് എല്ലാത്തിനും യെസ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഓരോന്ന് എൻ്റർ അടിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട് package.json ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ സെയിം ഡാറ്റ തന്നെ കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിനുള്ളിലൊന്നും ചെയ്യില്ല, കാരണം ഇപ്പോൾ നമ്മൾ പാക്കേജ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യണില്ല, നമ്മളൊന്നും ചെയ്യണില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് empty ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഇനി നമുക്ക് നോഡ് എഴുതാൻ വേണ്ടിയിട്ടൊരു ഫയൽ വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതാ ഈ നോഡിൻ്റെ ഫോൾഡറിൽ വന്നിട്ട് സ്ക്രിപ്റ്റ്
.js അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ കൊടുക്കാം, അതൊന്നും പ്രശ്നമുള്ളതല്ല. ഇത് എൻ്റർ അടിച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് script.js എന്ന ഫയലുണ്ട്. ഇനിയിപ്പോൾ ഈ ഫയലിനുള്ളിലായിരിക്കും നമ്മൾ നമ്മളെ നോഡിൻ്റെ ഫസ്റ്റ് കോഡ് എഴുതാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇപ്പോൾ റിയാക്റ്റിലും ആംഗുലറിലും ഒക്കെ പല ക്ലാസ്സും കാര്യങ്ങളൊക്കെ പുൾ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ, എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യാണ്ടോ ഒന്നും വേണ്ട. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് console.logനുള്ളിൽ നമ്മളിവിടെ റണ്ണിങ് എന്ന് എഴുതിയിട്ട് സേവ് ചെയ്യാം. ഇതിപ്പോൾ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് നോഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡ് ലാംഗ്വേജ് ആണ്, ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ് അല്ല. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതിൽ പോലും ഇത് ഫ്രണ്ട് എൻഡിലല്ല റൺ ആവുന്നത്, ഇത് ബാക്ക് എൻഡിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ വന്നിട്ട് ഇത് റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ നോഡ് സ്പേസ് പിന്നെ ആ ഫയലിൻ്റെ നെയിം എഴുതും. ഫോർ എക്സാമ്പിൾ നമ്മളെ കേസിൽ ഇത് script.js ആണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സ്ക്രിപ്റ്റിന് എഴുതിയാൽ മതി, .js എഴുതാം, ഇഷ്ടമുള്ളത് എഴുതാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നോഡ് സ്പേസ് script.js എന്നിട്ടാലും നിങ്ങൾക്ക് റൺ ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് കൂടുതലും ഡെപ്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യുന്ന പോലെ കമാൻഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏകദേശം അപ്പോൾ നമുക്ക് nodejs എന്നുള്ളൊരു കോൺസെപ്റ്റ് പോയിട്ട് നോക്കി ഇത് പ്യുവർ ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് കൺസോൾ മാറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഒരു അറേ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോൺസ്റ്റ് അറേ ഇസ് ഈക്വൽ ടു നമുക്കിവിടെ A, B, C കൊടുക്കാം. നമ്മളിവിടെ console.logൽ അറേ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തതിനു ശേഷം നമ്മൾ അടിയെ വന്നിട്ട് ഇവിടെ നമ്മൾ നോഡ് സ്ക്രിപ്റ്റ് എന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ABC കിട്ടും. ഇനി നമുക്ക് ഇതിലൊരു വാല്യൂ പുഷ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്നിട്ട് അറേ ഡോട്ട് പുഷ് ഇവിടെ നമുക്ക് D കൊടുക്കാം. കൊടുത്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ABCD എന്ന് കിട്ടും. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ES6ൻ്റെ സിൻടാക്സ് യൂസ് ചെയ്യണമെങ്കിൽ അതും പറ്റും. കാരണം ഞാൻ പറഞ്ഞത് ജാവാസ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്തെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ES6ൻ്റെ സിൻടാക്സ് യൂസ് ചെയ്യാനായി ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യാം. കോൺസ്റ്റ് ന്യൂ അറേ ഇസ് ഈക്വൽ ടു നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഇടും, നമ്മൾ 3 ഡോട്ട് യൂസ് ചെയ്യും, കാരണം സ്പ്രെഡ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ നമ്മൾ അറേ എഴുതും, സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ D എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ന്യൂ അറേ കൺസോൾ ചെയ്യും. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മളിതാ പിന്നെ നോഡ് സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ABCD ആ സെയിം വാല്യൂ തന്നെ കിട്ടിയത്. പക്ഷേ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്ററിലാണ് ചെയ്തത്, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു കോപ്പിയാണ് ഇതിൽ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയേണ്ടത്, നിങ്ങൾ ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റും അഡ്വാൻസ് ജാവാസ്ക്രിപ്റ്റും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണരുത്. കാരണം ഇതിൽ നമ്മൾ nodejs നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ അഡ്വാൻസ് കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ അത് പോയി കാണുക. ഇനി നമുക്ക് ജസ്റ്റ് ഫംഗ്ഷൻ നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ന്യൂ ഫംഗ്ഷൻ എന്ന് എഴുതാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതിനുള്ളിൽ നമുക്കൊരു console.logനുള്ളിൽ റണ്ണിംഗ് എന്ന് എഴുതാം. ഇത് വർക്ക് ആവുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ ആ ഫംഗ്ഷൻ്റെ പേര് വിളിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ന്യൂ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇത് സേവ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ നോഡ് സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ നമുക്ക് റണ്ണിംഗ് എന്ന് കാണാൻ പറ്റും. ഇനിയിപ്പോൾ എന്തെങ്കിലും വാല്യൂ റിട്ടേൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. നമുക്കിവിടെ റിട്ടേൺ 10 എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മൈ ഫംഗ്ഷൻ നമുക്കൊരു console.logനിൽ റാപ്പ് ചെയ്യാം. കാരണം ഇത് വാല്യൂ റിട്ടേൺ ചെയ്യണം. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ console.logനിൽ റാപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചവർക്ക് ഇത് ഓൾറെഡി അറിയാൻ പറ്റും. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മളിത് നോഡ് സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ നമുക്ക് 10 കിട്ടും. പക്ഷെ നമ്മൾ ES6ൻ്റെ സിൻടാക്സിലാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതണ്ട, നമുക്ക് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഫംഗ്ഷൻ മാറ്റിയിട്ട് കോൺസ്റ്റ് എന്ന് എഴുതാം. ന്യൂ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു നമുക്കിവിടെ ഒരു ആരോ മാർക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് റൺ ചെയ്താലും ഈ സെയിം ഔട്ട്പുട്ടാണ് കിട്ടുക. പക്ഷേ നമ്മൾ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് പിന്നെ ഈ കേളി ബ്രാക്കറ്റ്സിനെയും റിട്ടേണിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കേളി ബ്രാക്കറ്റ്സ് റിമൂവ് ചെയ്യാം, റിട്ടേണും റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആ സെയിം ഔട്ട്പുട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിനുള്ളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ജാവാസ്ക്രിപ്റ്റിൽ പഠിപ്പിച്ചരാത്ത 2-3 കാര്യങ്ങൾ ഇതിൽ ഞാൻ ആദ്യം പഠിപ്പിച്ചുതരാം. എന്നിട്ട് നമുക്ക് nodejsൻ്റെ സിൻടാക്സിലേക്ക് കടക്കാം. അതായത് nodejsന് അവരുടേതായ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്, അതിൽ കടക്കാം. ഒന്നാണ് സെറ്റ് ഇൻ്റർവെൽ. അപ്പോൾ അതേ തന്നെ നമ്മൾ സെറ്റ് ഇൻ്റർവെൽ എന്നിടും, അതിനുശേഷം നമ്മളൊരു ബ്രാക്കറ്റ് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷന് റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് 2 വഴിയിൽ എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ ഫംഗ്ഷൻ എന്നിട്ട് ശേഷം ബ്രാക്കറ്റ് ഇട്ടിട്ട് കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ആരോ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ ഈ ഫംഗ്ഷൻ റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു ആരോ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആരോ ഫംഗ്ഷനിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷന് റിട്ടേൺ ചെയ്യും, പിന്നെ വേറൊരു പാരാമീറ്ററും കൂടി എടുക്കും. അതായത് കോമ ഇട്ടിട്ട് ഇവിടെ നമ്മൾ ഒരു വാല്യൂ എടുക്കും, ഒരു ഇൻറ്റീജർ വാല്യൂ എടുക്കും. അപ്പോൾ ഈ സെറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് റൺ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ട് console.logനുള്ളിൽ നമ്മൾ റണ്ണിങ് കൊടുത്തു. ഇനിയിപ്പോൾ ഈ റണ്ണിങ് നമുക്ക് എല്ലാ 5 സെക്കൻഡ് കഴിയുമ്പോൾ റൺ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് 5000 എന്ന് കൊടുക്കും. അപ്പോൾ ഇത് മില്ലി സെക്കൻഡിലാണ്. അപ്പോൾ അതുകൊണ്ട് 5000 എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡ് എന്നാണ്. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മളിതാ ഈ നോഡ് സ്ക്രിപ്റ്റിനുള്ളിൽ വന്നിട്ട് നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് 5 സെക്കൻഡിന് ശേഷം ഒരു പ്രാവശ്യം റണ്ണാവും, പിന്നെയും 5 സെക്കൻഡിന് ശേഷം പിന്നെ റണ്ണാവും. പക്ഷേ ഇത് നമുക്കിനി കുറച്ചുകൂടി സ്പീഡ് കാണാൻ വേണ്ടി നമുക്കിത് 1 സെക്കൻഡ് ആക്കാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. നമുക്കിത് ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും
ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ അത് മറ്റത് റണ്ണാവും. പിന്നെ ഇത് ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും. അപ്പോൾ സെറ്റ് ഇന്റർവെല്ലിൽ എല്ലാ ഇന്റർവെല്ലിന് ശേഷം പിന്നെ റണ്ണാവും. അത് ചുരുക്കി പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണ് ഇവിടെ കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ 1 സെക്കൻഡ് കൊടുത്തുകൊണ്ട് എല്ലാ 1 സെക്കൻഡിലും ഇത് റണ്ണായിക്കൊണ്ടിരിക്കും. പിന്നെ സെറ്റ് ഇന്റർവെൽ പോലെ സെറ്റ് ടൈം ഔട്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഈ സെറ്റ് ഇന്റർവെൽ ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ സെറ്റ് ടൈം ഔട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ സെറ്റ് ടൈം ഔട്ടും സെറ്റ് ഇന്റർവെൽ പോലെ തന്നെയാണ് അതിൻ്റെ സിൻടാക്സും കാര്യങ്ങളൊക്കെ. ഇതൊരു ഫംഗ്ഷൻ ആണ്, അതൊരു ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിൽ കൺസോൾ ഡോട്ട് ലോഗിനുള്ളിൽ റണ്ണിംഗ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് എത്ര സെക്കൻഡ് റൺ ചെയ്യണം അത് നമ്മൾ ഇവിടെ കൊടുക്കും 1000. പക്ഷേ ഇവിടെ സെറ്റ് ടൈം ഔട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എത്ര സെക്കൻഡ് റൺ ചെയ്യണമെന്നല്ല, എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് റൺ ചെയ്യണം എന്നാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ 1 സെക്കൻഡ് കഴിഞ്ഞിട്ട് റൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ പ്രാവശ്യമാണ് ആകെ റണ്ണാവുള്ളൂ. പക്ഷേ അത് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ 2 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് 2 കൊടുക്കാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മളിനി ഇതിനുള്ളിൽ പോയിട്ട് നോഡ് സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ റണ്ണിംഗ് എന്നുള്ള റൺ ആയിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് എത്ര സെക്കൻഡ് ആണോ അതിൽ കൊടുക്കുന്നത് അത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് റൺ ആവുള്ളൂ. അതും ഒരു പ്രാവശ്യമാണ് റൺ ആവുക. പക്ഷേ സെറ്റ് ഇന്റർവെൽ എല്ലാ ഇന്റർവെല്ലും റൺ ആവും. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റ് ഇന്റർവെൽ നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെമ്മറി ലീക്ക് ഉണ്ടാക്കും. കാരണം അത് റൺ ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇപ്പോൾ ഒരു യൂസർ ഒന്നും ചെയ്യണില്ലെങ്കിലും അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് റിയാക്റ്റിൽ, കാരണം റിയാക്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഒരു പേജിൽ സെറ്റ് ഇന്റർവെൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വേറെ പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ കമ്പോണന്റ് അൺമൗണ്ടിൽ ഇത് അൺമൗണ്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സെറ്റ് ഇന്റർവെൽ മെമ്മറിയിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് റിയാക്ട് ഡെവലപ്പേഴ്സിന് ടിപ്പ് കൊടുത്താണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ റിയാക്ട് അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നോഡ്ജസ് പഠിക്കാൻ റിയാക്ടിന്റെ നോളജിന്റെ ആവശ്യമില്ല. അപ്പോൾ അതേപോലെ ഇവിടെ നമ്മൾ സെറ്റ് ഇന്റർവെല്ലിനെ ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് ക്ലിയർ തന്നെ നമുക്ക് ക്ലിയർ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ സെറ്റ് ഇന്റർവെൽ അൺകമന്റ് ചെയ്യാം. ഈ സെറ്റ് ഇന്റർവെല്ലിന്റെ റെഫറൻസ് നമുക്കൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്ക് സെറ്റ് ഇന്റർവെൽ കൊടുക്കാം. അപ്പോൾ സെറ്റ് ഇന്റർവെല്ലിന്റെ റെഫറൻസ് ഇപ്പോൾ ഉള്ളത് ഈ ഇന്റർവെല്ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിപ്പോൾ എല്ലാ 1 സെക്കൻഡിലും റൺ ആവും. നമുക്കിതൊരു 3 സെക്കൻഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യണം, അതായത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ സെറ്റ് ടൈം ഔട്ടിനുള്ളിൽ വന്നിട്ട് ക്ലിയർ ഇന്റർവെൽ മെത്തേഡ് വിളിക്കും. ഇതിനുള്ളിൽ നമ്മൾ ഈ ഇന്റർവെൽ എന്നുള്ള റെഫറൻസ് പാസ് ചെയ്യും. ഈ ഇന്റർവെല്ലിന്റെ ഉള്ളിലുള്ളത് ഈ സെറ്റ് ഇന്റർവെല്ലാണ്. അപ്പോൾ ക്ലിയർ ഇന്റർവെൽ എന്ത് ചെയ്യും, ഈ സെറ്റ് ഇന്റർവെല്ലിനോട് ക്ലിയർ ചെയ്ത് കളയും, പിന്നെ ഇത് റൺ ആവില്ല. അപ്പോൾ അത് കാണാനായി ജസ്റ്റ് സേവ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ നോഡ് സ്ക്രിപ്റ്റ് റൺ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 പിന്നെ അത് എൻഡായി. ഇവിടെ നമ്മൾ 3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 പ്രാവശ്യമാണ് ആകെ റൺ ആവുള്ളൂ. ഇനി നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് നോക്കാം. ആക്ച്വലി ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് ഒക്കെ ചെയ്യണത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റിൻ്റെ ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്രോമിൽ പോയതിനു ശേഷം ഇവിടെ നമുക്ക് ഇൻസ്പെക്ട് എലിമെന്റ് തുറക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ടെസ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് കാണാൻ പറ്റും. പക്ഷേ ഈ കൺസോൾ ഡോട്ട് ലോഗ് ആക്ച്വലി വരുന്നത് ഒരു വിൻഡോ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്നാണ്. കാരണം ഇത് ബ്രൗസർ ആണല്ലോ. അപ്പോൾ ബ്രൗസർ വിൻഡോ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ലൊക്കേഷൻ നെയിം ആക്സസിന് നമ്മൾ വിൻഡോ ഡോട്ട് ലൊക്കേഷൻ കൊടുക്കും. അപ്പോൾ അതേപോലെ കൺസോൾ ഡോട്ട് എഴുതണമെങ്കിൽ നമ്മൾ വിൻഡോ ഡോട്ട് കൺസോൾ ഡോട്ട് ലോഗ്. ഇതിനുള്ളിൽ നമ്മൾ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ടെസ്റ്റിൻ്റെ വാല്യൂ കാണാൻ പറ്റും. കാരണം ഈ കൺസോൾ ഡോട്ട് ലോഗും സെറ്റ് ടൈം ഔട്ട് സെറ്റ് ഇന്റർവെല്ലും ഒക്കെ ഈ വിൻഡോ ഒബ്ജക്റ്റിൻ്റെ ആണ്. അപ്പോൾ അത് കാണാനായി ജസ്റ്റ് ഇവിടെ വിൻഡോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഒബ്ജക്റ്റ് കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ളിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിത് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ സ്റ്റോറേജ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ലോക്കൽ സ്റ്റോറേജ് ആക്ച്വലി വിൻഡോ ഒബ്ജക്റ്റിൻ്റെ ആണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബിഫോർ അൺലോഡ്, ബ്ലർ, ക്യാൻസൽ, ഓൺ ക്ലിക്ക്. അതായത് നമ്മൾ സാധാ ക്ലിക്ക് ഇവൻ്റ് അടക്കം ഈ വിൻഡോ ഒബ്ജക്റ്റിൻ്റെ ആണ്. അതേപോലെ ഇവിടെ അഡിബിൾ കീ അപ്പും അങ്ങനെ എല്ലാ ടൈപ്പ് ഇവന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കുറച്ചുകൂടി താഴെ പോയാൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ടൈം ഔട്ട് സെറ്റ് ഇന്റർവെല്ലോ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഈ വിൻഡോ ഒബ്ജക്റ്റിന് ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ, കാരണം ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ പറയാൻ കാരണം ജാവാസ്ക്രിപ്റ്റ് ക്ലയന്റ് സൈഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിൽ വിൻഡോ ഡോക്യുമെന്റ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഐ ഡി സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് ബൈ ഐ ഡി എന്നൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. പക്ഷേ നമ്മൾ നോഡിന്റെ കേസിൽ അങ്ങനെയല്ല. കാരണം നോഡ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോഡ് എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ബാക്ക് എൻഡിലാണ്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഫ്രണ്ട് എൻഡിലുള്ള ഫംഗ്ഷനാലിറ്റീസ് ഒന്നും ബാക്ക് എൻഡിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലിമെന്റ് എന്നൊന്നും എഴുതാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അതേപോലെ വിൻഡോന്റെ പകരം ഉള്ളത് ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഈ കൺസോൾ ഡോട്ട് ലോഗ് ഒക്കെ തരുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഗ്ലോബൽ ഡോട്ട് കൺസോൾ ഡോട്ട് ലോഗിനുള്ളിൽ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇവിടെ റൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോഴും ആ കൺസോളാണ് കാണിക്കുന്നത്. കാരണം ഇതൊക്കെ ഗ്ലോബലിൻ്റെ ആണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റിന്റെ കേസിൽ അത് വിൻഡോ ആണ്. പക്ഷേ നോഡിനുള്ളത് ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനിയിപ്പോൾ ഗ്ലോബലിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇത് റിമൂവ് ചെയ്തതിനു ശേഷം ഇത് കൺസോൾ ചെയ്താൽ മതി. അപ്പോൾ ഇത് കൺസോൾ ചെയ്തതിനു ശേഷം നമ്മളിത് കുറച്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇതിനുള്ളിൽ ക്ലിയർ ഇന്റർവെൽ ഉണ്ട്, ക്ലിയർ ടൈം ഔട്ട് ഉണ്ട്, സെറ്റ് ഇന്റർവെൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഗ്ലോബലിൻ്റെ ആണ്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇനിയും പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാം. പക്ഷെ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാ ബേസിക് ആണ് നോക്കി. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ചതാണ്. പക്ഷേ ഇനി നമുക്ക് നോഡ്ജേസിന്റെ ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫയൽ നെയിം നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുള്ള ഫയൽ നെയിം നമുക്ക് അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ console.log തുറന്നിട്ട് അപ്പോൾ അതിനായി നമ്മളിവിടെ __ പിന്നെ നമ്മൾ ഫയൽ നെയിം എന്ന് കൊടുക്കും. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇവിടെ നമുക്ക് നമ്മളുടെ ഫയൽ നെയിം കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറക്ടറി നെയിം മാത്രം കാണണമെങ്കിൽ ജസ്റ്റ് console.log വന്നിട്ട് --dir നെയിം എന്ന് കൊടുക്കും. ഇത് കൊടുത്തിട്ട് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടറി നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഫയലിന്റെ നെയിം ഇല്ല, കാരണം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഡയറക്ടറി നെയിം ആണ്. ഇനി നമ്മളിവിടെ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് നമുക്ക് മോഡ്യൂൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ മോഡ്യൂൾ ജേസിലും പഠിച്ചത് റിയാക്റ്റിലൊക്കെ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ട് നമ്മൾ ആ ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കും, എന്നിട്ട് ഫ്രം ആ പാത്ത് നെയിം കൊടുക്കും. പക്ഷേ നോഡ് ജേസിൽ നമുക്ക് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോഡ് ജേസിൽ നമ്മളൊരു മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നോഡ് ജേസിലെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. അതായത് സാധാരണ നമ്മൾ റിയാക്റ്റിലും ജാവാസ്ക്രിപ്റ്റിലും പാക്കേജ് പറയുന്ന പോലെ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സാധാരണ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഇത് വന്ന് കിടക്കുക. അത് നമ്മൾ പിന്നീട് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ സാധാരണ പാക്കേജ് എന്ന് പറയാം. പക്ഷേ ഇവിടെ നോഡ് ജേസിൽ ഈ പാക്കേജിനെ മോഡ്യൂൾ എന്ന് പറയാനാണ് ഇവർക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് മോഡ്യൂൾ എന്ന് പറയാൻ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ചുരുക്കി പറഞ്ഞ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു ലൈബ്രറി അങ്ങനെ കണ്ടാൽ മതി. ഇത് നോഡിൽ ചെയ്യാനായി നമ്മൾ റിക്വയർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ളിൽ നമ്മളൊരു പാത്തിലേക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ // ഇട്ട് വിളിക്കും. പക്ഷെ അഥവാ ഒരു മോഡ്യൂൾ ആണെങ്കിൽ, അതായത് ഒരു പാക്കേജ് ആണെങ്കിൽ നമ്മൾ അതിന്റെ പേര് വിളിക്കും. നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് പാത്ത് എന്ന് പറഞ്ഞ ഒരു മോഡ്യൂളാണ്. പാത്ത് മോഡലിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണണം, അതിന്റെ യൂസ് കേസ് ഒക്കെ നമുക്ക് കാണണം. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ റിക്വയർ പാത്ത് നിട്ട കാര്യമില്ല. കാരണം റിക്വയർ പാത്ത് ഇടുന്നത് നമ്മൾ സാധാരണ റിയാക്റ്റിൽ ഫ്രം പാത്ത് ഇടുന്ന പോലെ, കാരണം നമുക്കത് ആക്സസ് ചെയ്യാനൊന്നുമില്ല. കാരണം നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ റിയാക്റ്റിൽ ചെയ്യണ പോലെ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്യണ പോലെ ഇമ്പോർട്ട് ആ ഫംഗ്ഷന്റെ പേര് ഫ്രം പാത്ത് ഇട്ടാലാണ് നമുക്ക് ആ ഫംഗ്ഷന്റെ പേരിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ ഈ റിക്വയർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ കോൺസ്റ്റ് പാത്ത് തന്നെ കൊടുക്കാം, കാരണം ആ മോഡ്യൂളിന്റെ പേര് പാത്ത് എന്നാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് പാത്ത് വെച്ചിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഈ പാത്ത് എടുത്തിട്ട് ഇവിടെ ഞാൻ ലോഗിനുള്ളിൽ വന്നിട്ട് ഇത് കൺസോൾ ചെയ്യണം. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ പാത്ത് ഒബ്ജക്റ്റിനുള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് ജോയിൻ കാണാൻ പറ്റും, ഡയറക്ടറി നെയിം ഉണ്ട്, നേരത്തെ യൂസ് ചെയ്ത __ ഡയറക്ടറി നെയിം ഉണ്ട്, പിന്നെ ബേസ് നെയിം ഉണ്ട്. അതായത് പാത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പാത്തിലുണ്ട്. അപ്പോൾ അത് കാണാൻ നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ഇതിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മളെ വെബ് ആപ്പിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതിൽ നോക്കാം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഹോംവർക്കാണ്. അതായത് ഈ ട്യൂട്ടോറിയൽ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ മെത്തേഡും നിങ്ങൾ ട്രൈ ചെയ്യണം. ജസ്റ്റ് ട്രൈ ചെയ്താൽ മാത്രം മതി, ഭയങ്കര ഡീപ്പായിട്ടൊന്നും പഠിക്കണില്ല. കാരണം ഇതൊന്നും എപ്പോഴും ഡേ ടു ഡേ യൂസ് ചെയ്യണതല്ല. ബാക്കിയുള്ള എല്ലാ മെത്തേഡും ഞാൻ കാണിച്ചു തരാൻ പോകുന്ന മെത്തേഡാണ് നമ്മൾ കൂടുതലും ഡേ ടു ഡേ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മുടെ കറന്റ് പാത്താണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് __ ഫയൽ നെയിം എന്നാണ്. പക്ഷെ അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് ആ ഫുൾ ഡയറക്ടറി അടക്കം കാണിച്ചു തന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ console.logൽ __ ഫയൽ നെയിം കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുമ്പ് ഇത് കമൻറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് സേവ് ചെയ്തതിനു ശേഷം ഇത് കൺസോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫുൾ പാത്ത് കാണിക്കുന്നുണ്ട് പ്ലസ് ഫയൽ നെയിം കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിലാണ് നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഈ പാത്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺട്രോൾ കിട്ടും ഇതിൻ്റെ മേത്ത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ console.logൽ ഈ പാത്തിന് ബേസ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഒരു മെത്തേഡാണ് ആക്ച്വലി. അപ്പോൾ ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഈ console.log നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതിനുള്ളിൽ നമ്മൾ ഈ ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്തിട്ട് നമ്മളിത് റൺ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആ ഫയൽ നെയിം മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പാത്ത് മോഡ്യൂൾ യൂസ് ചെയ്യണത്. കാരണം നമുക്ക് കൂടുതൽ കൺട്രോൾ കിട്ടും. നമുക്ക് മാനുവലി പോയിട്ട് കോഡ് ചെയ്തിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യണതിൻ്റെ പകരം ഇവർ തന്നെ ഇതൊക്കെ ചെയ്ത് തരും. ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ കാണുമെങ്കിൽ ജസ്റ്റ് ഇവിടെ ext നെയിം എന്ന് കൊടുത്താൽ മതി. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ കാണാൻ പറ്റും, അതായത് .js. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടറി കാണുമെങ്കിൽ ജസ്റ്റ് ഇവിടെ dir നെയിം കൊടുത്തിട്ട് സേവ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡയറക്ടറിയും കാണാൻ പറ്റും. പിന്നെ ഇതേപോലെ പാഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ ഇത് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഒബ്ജക്റ്റ് തരും. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ അതിൻ്റെ എക്സ്റ്റൻഷനും ബേസും ഒക്കെ നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ഫയൽ നെയിമിൻ്റെ ബ്രാക്കറ്റിന് ശേഷം നമ്മളിവിടെ ext ഇട്ട് കൊടുത്താൽ നിങ്ങളിപ്പോൾ കാണാൻ പറ്റും ഇവിടെ നമുക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ജോയിൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ജോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പാത്തും വേറൊരു പാത്തും ജോയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ കറന്റ് ഡയറക്ടറി നമുക്ക് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡയറക്ടറി എന്ന് കൊടുക്കും. നമ്മൾ കോമ ഇട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ നമുക്ക് ഏത് ഫോൾഡറിനാണോ ഈ പാത്ത് അപ്പെൻഡ് ചെയ്യേണ്ടത് ആ ഫോൾഡറിൻ്റെ പേര് കൊടുക്കും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ API എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്, അതാണ് എനിക്ക് ഡയറക്റ്റായിട്ട് അപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ API എന്ന് കൊടുക്കും. പിന്നെ നമ്മൾ ഒന്നും കൂടിയും കോമ ഇടും. ഇവിടെ നമ്മുടെ ഫയൽ നെയിം കൊടുക്കും. അതായത് ആ പാത്തിൽ ഏത് ഫയൽ നെയിമാണ് കൊടുക്കേണ്ടത് അത് നമ്മളിവിടെ കൊടുക്കും. ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് script.js ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ script
.js എന്ന് കൊടുക്കും. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും path/api/script.js. നേരത്തെ നമ്മൾ script.js ഉണ്ടെന്നത് ഈ node/script.js ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിൻ്റെ പാത്ത് മാറ്റിയിട്ട് വേറൊരു API എന്നുള്ള ഫോൾഡറിൽ അപ്പൻഡ് ചെയ്തു. അപ്പം അങ്ങനെ നമ്മൾ പാത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജോയിൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് fs എന്ന് പറഞ്ഞ ഒരു മോഡ്യൂൾ നോക്കാം. അപ്പം അതിനുവേണ്ടി നമ്മളിവിടെ const fs =require ബ്രാക്കറ്റ് fs എന്ന് എഴുതും. പിന്നെ fs എടുക്കാണ്ട് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കീവേഡ്സ് ഉണ്ടോ, DNS ഡൊമൈൻ ഇവന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ Node.jsനുള്ളിൽ ഇൻബിൽഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് ആണ്. അപ്പോൾ ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ പാത്തും പിന്നെ FSഉം HTTP ഇവന്റും. ഇതൊക്കെ ഇതിലില്ലാത്ത എന്ത് സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. സാധാരണ നമ്മൾ NPM ഇൻസ്റ്റാൾ ചെയ്യണ പോലെ ഇൻസ്റ്റാൾ ചെയ്യണം. അതെന്തായാലും നമ്മൾ വരും ട്യൂട്ടോറിയൽ നോക്കും. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് നമുക്ക് FS എന്ന് അടിക്കാം. അപ്പോൾ ഈ FS എന്ന് ഉദ്ദേശിക്കുന്നത് ഫയൽ സിസ്റ്റം ആണ്. അപ്പോൾ നമുക്കൊരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യാനും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും അത് ചേഞ്ച് ചെയ്യാനും അതിനൊക്കെയാണ് നമ്മൾ ഈ FS യൂസ് ചെയ്യുന്നത്. അപ്പം അതും ഈ പാത്തും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പവർഫുൾ ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് രണ്ടും എപ്പോഴും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ എൻ്റെ ഈ ഫോൾഡറിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൺസോൾ നമുക്ക് കമൻറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് FS ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മളിത് FS കൺസോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് ഹെൽപ്പ് അടിച്ചാൽ വരുന്ന ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇവിടെ നമുക്ക് റീഡ് കാണാൻ പറ്റും. പിന്നെ അതേപോലെ mkdir എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് ഉണ്ട്, അതായത് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഉബുണ്ടു യൂസർ അല്ലെങ്കിൽ വിൻഡോസിന്റെ കമാൻഡ് പ്രോംപ്റ്റ് തന്നെ യൂസ് ചെയ്യുന്ന ആളാണ് നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ആദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ FS വെച്ചിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ FS എന്നിടും .mkdir എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മെത്തേഡും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു സിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡും കിട്ടും. അപ്പോൾ എല്ലാതും റിപ്പീറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ RM എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് RMDIR കിട്ടും, RMDIR സിങ്ക് എന്ന് കിട്ടും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ Node.jsന്റെ ഫസ്റ്റത്തെ സ്ലൈഡിൽ async എന്ന് പറഞ്ഞൊരു കീവേഡ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ സിങ്ക് എന്നുള്ളത്, അതായത് അസിൻക്രോണസും സിൻക്രോണസും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ Node.jsന്റെ പകുതി എത്തുമ്പോഴാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ സിങ്ക് കണ്ടിട്ട് ഇപ്പോൾ നിങ്ങളൊന്ന് ടെൻഷൻ അടിക്കണം, ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായി നമ്മൾ ആദ്യം mkdir എന്ന് എഴുതും, ബ്രാക്കറ്റ് തുറക്കും. എന്നിട്ട് എവിടെയാണ് നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ കറന്റ് ഡയറക്ടറിയിലാണ്. ഈ കേസിലാണ് നമ്മളിവിടെ പഠിച്ച പാത്തും ജോയിനും TIR നെയിമും വരാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പാത്ത് ടൈപ്പ് ചെയ്യും, എന്നിട്ട് നമ്മൾ .join കൊടുക്കും. അപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് രണ്ട് പാത്താണ്. ഒന്ന് നമ്മൾ കറന്റ് പാത്തും പിന്നെ നമുക്ക് അതിനുള്ളിൽ വരാൻ പോണ ഫോൾഡറിന്റെ പാത്ത്. അപ്പോൾ അതിനായി നമ്മൾ ജസ്റ്റ് ഇവിടെ __dir നെയിം കൊടുക്കും. നമ്മൾ കോമ ഇട്ടിട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ അപ്പോൾ ഇതിനുള്ളിൽ എന്ത് ഫോൾഡറാണ് വേണ്ടത് അതിൻ്റെ പേര് ഇവിടെ കൊടുക്കും. അപ്പോൾ എനിക്ക് ഞാനിവിടെ ജസ്റ്റ് API എന്ന് പറഞ്ഞ ഫോൾഡറാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ കോമ ഇട്ടിട്ട് ഒരു പാരാമീറ്റർ കൊടുക്കും. പക്ഷേ ഈ പാരാമീറ്റർ ഓപ്ഷനിലാണ്. അപ്പോൾ അത് വേണമെങ്കിൽ കൊടുത്താൽ മതി, പക്ഷേ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ കൊടുക്കാം. പിന്നെ ഇത് ഒരു പാരാമീറ്റർ കൂടി എടുക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 പാരാമീറ്ററാണ്. ഒന്ന് നമ്മളെ പാത്ത് എടുക്കും, അതാണ് ഇത്. പിന്നെ ഓപ്ഷണൽ പാരാമീറ്റർ എടുക്കും, അതാണ് ഇത്. പിന്നെ കോമ ഇട്ടിട്ട് ലാസ്റ്റ് അതൊരു ഫംഗ്ഷൻ എടുക്കും. അപ്പോൾ ഇത് നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയും. അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് വിളിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ ഇതൊരു എറർ പാരാമീറ്റർ എടുക്കും, അതായത് എന്തെങ്കിലും ഇപ്പോൾ എറർ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മൾ ESX ഇല്ലാണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫംഗ്ഷൻ എന്നിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ നോർമലി ചെയ്യുക. പക്ഷെ നമ്മളിപ്പോൾ ESX പഠിച്ചുകൊണ്ടുകൂടി നമുക്കിത് ഡയറക്റ്റ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ആരോ മാർക്ക് കൊണ്ട് നമുക്കത് വിളിക്കാൻ പറ്റും. ഇതിനുള്ളിൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതിനുള്ളിൽ നമ്മൾ എറർ എന്നുള്ള പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആദ്യം ചെക്ക് ചെയ്യാം, അതായത് ഇഫ് എറർ ഉണ്ടോയെന്ന്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ത്രോ എറർ എന്ന് കൊടുക്കാം. അതായത് ആദ്യം ഇത് ചെക്ക് ചെയ്യും, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഇവിടെ ഒരു എറർ ത്രോ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ത്രോ എറർ എന്ന് കൊടുത്താൽ കൊടുക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ലൈൻ നമ്പറും എന്താണ് എറർ എന്നൊക്കെ പ്രോപ്പറായിട്ട് കാണിച്ചിട്ട്. അപ്പോൾ സാധാരണ കൺസോളിൽ ജസ്റ്റ് എറർ കൊടുക്കുന്ന പോലെയല്ല. അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് സേവ് ചെയ്തിട്ട് ഈ കൺസോൾ ആദ്യം റിമൂവ് ചെയ്യാം. നമുക്കിത് സേവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇത് റൺ ചെയ്യാം. ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ എറർ ട്രിഗർ ആവണം കാണുമെങ്കിൽ ജസ്റ്റ് ഇത് ഒന്നുകൂടി റൺ ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്നും കൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എറർ മെസ്സേജ് കാണാൻ പറ്റും, ഫയൽ ഓൾറെഡി എക്സിസ്റ്റ്, അതായത് ഓൾറെഡി ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഇതിന്. അതുകൊണ്ട് നമ്മളിവിടെ ജസ്റ്റ് കൊണ്ട് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കുക, സേവ് ചെയ്തിട്ട് പിന്നെ റൺ ചെയ്താൽ നമുക്ക് വേറൊരു ഫോൾഡർ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ API 2 നമുക്ക് വേറൊരു ഫോൾഡർ ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ സ്ലാഷ് ഇട്ടിട്ട് API 3 എന്ന് കൊടുക്കാം. ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ API 2 ഉള്ളിൽ വേറൊരു ഫോൾഡർ കിട്ടും. ഇതിനുള്ളിൽ വേറൊരു ഫയൽ വേണമെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഇവിടെ index.html എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്തതിനു ശേഷം നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫോൾഡർ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണം, അതായത് API 2 എന്നുള്ള അടുക്കം നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഇവിടെ RMDIR എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ /API എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ റൺ ചെയ്ത് ഇത് വർക്ക് ആവില്ല. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ എറർ അടിക്കും. കാരണം റിമൂവ് ഡയറക്റ്റ് റിമൂവ് ചെയ്യില്ല, അത് റിഗ്രസീവ് ആയിട്ട് റിമൂവ് ചെയ്യണം. അതായത് കണ്ടിന്യൂസ്ലി റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെയാണ് നമ്മൾ ഈ ഓപ്ഷൻ്റെ യൂസ് കേസ് നോക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷനുള്ളിൽ ജസ്റ്റ് റിഗ്രസീവ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് നിങ്ങൾ ട്രൂ കൊടുത്താൽ മതി.
അത് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ അത് എല്ലാത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യില്ല. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് API 2 മുതൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ API 3യും 2 റിമൂവ് ചെയ്താൽ നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും API 2 കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ആയി. അപ്പോൾ റിമൂവ് ഡയറക്ടറി ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യില്ല. അപ്പോൾ അത് റിഗ്രസീവ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ പാരാമീറ്ററിൽ റിഗ്രസീവ് ട്രൂ എന്ന് കൊടുക്കണം. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ API ഫോൾഡറിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയൽ എന്തെങ്കിലും എഴുതണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ റൈറ്റ് ഫയൽ എന്ന് പറഞ്ഞ ഒരു മെത്തഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ റൈറ്റ് ഫയലിനുള്ളിൽ നമ്മൾ സാധാരണ കൊടുത്ത പോലെ തന്നെ പാത്ത് നെയിം ഡോട്ട് ജോയിൻ ഡയറക്ടറി API 2 ഇതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ആക്ച്വലി പിന്നെ ഒരു പാരാമീറ്ററും കൂടി എടുക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫയൽ നെയിം. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ API.txt എന്ന് കൊടുക്കാം. ഇതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഓപ്ഷൻ്റെ ഇത് പകരം നമ്മളിവിടെ സ്ട്രിങ്ങിൽ കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ യൂസർ നെയിം ഡീബഗ് എന്ന് കൊടുക്കാം. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എറർ വരുന്നുണ്ട്, നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം സൈഡ് ബാറും തുറക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള API എന്നാണ്, പക്ഷേ ഇവിടെ നമ്മൾ API 2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ API 2ൻ്റെ ഫോൾഡറാണ് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ അത് പക്ഷേ നമ്മളിവിടെ ആ പേര് മാറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് API 2 എന്നുള്ള റിമൂവ് ചെയ്തിട്ട് വെറും API കൊടുക്കുക. ഇതിപ്പോൾ സേവ് ചെയ്തതിനു ശേഷം നമ്മളിവിടെ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ സൈഡ് പാനൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും API-നുള്ളിൽ API.txt എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ യൂസർ നെയിം ഡീബഗ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം നിങ്ങളിപ്പോൾ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ ബാക്ക് എൻഡ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ് ഇവിടെ നടക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ലൈഫ് സിനാരിയോ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു വെബ് പേജിൽ കയറി, ആ വെബ് പേജിൽ കയറിയത് നമ്മൾ ടെമ്പററി ആണ്, നമ്മളിപ്പോൾ ഡാറ്റാബേസ് ഇല്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ പേരുകളൊക്കെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു യൂസർ കയറി ആ യൂസർ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ യൂസറിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഇതിനുള്ളിൽ കൊടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിതാ ഇവിടെ കോൺസ്റ്റ് യൂസർ ഇസ് ഈക്വൽ ടു ഇതിപ്പോൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് വരുന്ന ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽ ഞാൻ വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ debugmedia. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ യൂസർ ഇവിടെ അപ്പൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് ഈ ഡബിൾ കോട്ട്സ് മാറ്റിയിട്ട് നമുക്കിവിടെ ബാക്ക് ടിക്സ് കൊടുക്കാം. ബാക്ക് ടിക്സ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പിൻ്റെ അടിയിലുള്ള ഒരു ബട്ടണാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ES6ൻ്റെ ടെംപ്ലേറ്റ് ലിറ്ററൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഡോളർ കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വേരിയബിൾ അപ്പൻഡ് ചെയ്യാൻ പറ്റും. ഞാനിത് സേവ് ചെയ്തതിനു ശേഷം ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫയലിനുള്ളിൽ പോയാൽ നിങ്ങൾക്ക് ഇപ്പോഴും debugmedia എന്ന് കാണാൻ പറ്റും ഇവിടെ. ഇനിയിപ്പോൾ ഞാൻ media എന്ന് മാറ്റിയിട്ട് സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ അത് ഓവർറൈഡ് ആയിട്ട് ഡീബഗ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ യൂസർ കയറിയിട്ടുണ്ട്, ആ യൂസറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കേസിലും പിന്നെ നിങ്ങൾക്ക് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന കേസിലും ആ ഇമേജ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ എന്തായാലും ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യില്ല, നമ്മളത് എപ്പോഴും ഒരു ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിന് ഇതിൻ്റെ യൂസ് കേസ് പറയുകയാണ് ഞാൻ ജസ്റ്റ്. കാരണം ഈ പാത്ത് നെയിമും ഉണ്ട്, ഫയൽ നെയിമും ഉണ്ട്, ഇത് നമ്മൾ ഫ്രണ്ട് എൻഡിൽ തീരെ യൂസ് ചെയ്യാത്ത സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കണമെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനിത് റിയൽ ലൈഫ് സിനാരിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വെബ്സൈറ്റിൽ തന്നെ വേറൊരു ആൾ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെയിം നമുക്ക് വേണമെങ്കിൽ നിഹാൽ എന്ന് ഇടാം. ഇതിപ്പോൾ സേവ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിഹാൽ എന്ന് കാണാൻ പറ്റും API.txt. പക്ഷേ ഇവിടെ debugmedia റിമൂവ് ആയി. അപ്പോൾ നമുക്ക് എല്ലാവരും പേരും വേണം. അപ്പോൾ ആരൊക്കെ ജോയിൻ ചെയ്യുന്നത് നമ്മളെ വെബ്സൈറ്റിൽ അവരൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഈ TXT ഫയൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ റൈറ്റ് ഫയൽ മാത്രം യൂസ് ചെയ്ത് കാണിക്കില്ല. കാരണം റൈറ്റ് ഫയൽ യൂസ് ചെയ്താൽ ആ ഫയൽ ക്രിയേറ്റ് ആവും, എന്നിട്ട് അതിനുള്ള ടെക്സ്റ്റ് ഇടും. പിന്നെയും റൈറ്റ് ഫയൽ കൊടുത്താലോ ആ ഉള്ള ടെക്സ്റ്റ് തന്നെ റീപ്ലേസ് ആവും. അപ്പോൾ ഈ കേസിലാണ് നമ്മൾ അപ്പൻഡ് ഫയൽ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അടുത്തൊരു യൂസർ വന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് അജ്മലാണ്. അപ്പോൾ അജ്മലിൻ്റെ പേര് നമുക്ക് അതിൽ അപ്പൻഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ഫയൽ അല്ല ഉപയോഗിക്കുക, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് അപ്പൻഡ് ഫയൽ. അപ്പോൾ ഈ സെയിം കോൺസെപ്റ്റ് തന്നെ ആയിരിക്കും, പക്ഷേ റൈറ്റ് ഫയലിൻ്റെ പകരം നമ്മൾ അപ്പൻഡ് ഫയൽ കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ അപ്പൻഡ് ഫയൽ എന്ന് കൊടുക്കാം. ഇത് സേവ് ചെയ്തതിനു ശേഷം നമ്മളിപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് API.txt പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ നെയിം നിഹാൽ, യൂസർ നെയിം അജ്മൽ. അപ്പോൾ രണ്ട് പേര് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ന്യൂ ലൈനും വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ യൂസർ നെയിമിൻ്റെ അവിടെ വന്നിട്ട് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ പഠിച്ച /n യൂസ് ചെയ്താൽ മതി. അപ്പോൾ ന്യൂ ലൈന് നമ്മൾ /n ആണ് ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുക. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ അജ്മൽ എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ രാഹുൽ എന്ന് കൊടുക്കാം. സേവ് ചെയ്തിട്ട് നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് API.txt അടുത്ത ലൈനിൽ ഇത് വരുന്നത് കാണാം. ഇനിയിപ്പോൾ കുറച്ച് സ്പേസ് വേണം. ഫോർ എക്സാമ്പിൾ അടുത്ത ലൈനിൽ വരണം, പക്ഷേ കുറച്ചുകൂടി സ്പേസ് വേണമെങ്കിൽ ജസ്റ്റ് ഇവിടെ /t എന്ന് ഓർത്താൽ മതി. അതായത് ഒരു ടാബ് സ്പേസ് ആണ്. 2-3 വേണമെങ്കിൽ അത് 2-3 പ്രാവശ്യം കോപ്പി ചെയ്താൽ മതി. ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ടാബ് സ്പേസിൽ യൂസ് നെയിം രാഹുൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ഫയൽ റീഡും റൈറ്റും എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഫയൽ റീഡ് ചെയ്യണം, ഇതിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ സെയിം സാധനം തന്നെ കോപ്പി ചെയ്യും, നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കമൻറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ സാധാരണ അപ്പൻ ഫയൽ കൊടുക്കുന്ന പോലെ നമ്മളിവിടെ റീഡ് ഫയൽ എന്ന് കൊടുക്കും. അപ്പോൾ ഇത് സാധാരണ എല്ലാ മെത്തേഡ് പോലെ അതിൻ്റെ ഡയറക്ടറിൻ്റെ പേരെടുക്കും, ഫോൾഡറിൻ്റെ പേരെടുക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ടെക്സ്റ്റിൻ്റെ പകരം
നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ക്യാരക്ടർ എൻകോഡിംഗ് ആണ്. അതായത് ഇവിടെ ഇനീഷ്യലി ഇത് വരെ ബഫറിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിത് ഇവിടെ empty ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. പക്ഷേ ഈ കോൾ ബാക്ക് മെത്തേഡ് ആക്ച്വലി ഒരു എറർ എടുക്കും, ഒരു ഡാറ്റ എടുക്കും. അപ്പോൾ ഈ ഡാറ്റയിലായിരിക്കും നമുക്ക് അതിൻ്റെ ഡാറ്റ മൊത്തം കാണാൻ പറ്റും ആ ഫയലിലുള്ള. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ജസ്റ്റ് ഇവിടെ console.log ഡാറ്റ കൊടുക്കും. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇതൊരു ബഫറാണ് തരുന്നത്. അപ്പോൾ ഇതൊരു ബഫർ ബൈറ്റ്സിലാണ് ഇത് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ മനുഷ്യന്മാർ വായിക്കുന്ന രീതിയിൽ കാണണമെങ്കിൽ നമ്മൾ UTF-8 എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ എൻകോഡിംഗ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ UTF-8 കൊടുത്തതിന് ശേഷം നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ എൻകോഡിങ് മാറ്റിയിട്ട് ഇപ്പോൾ പ്രോപ്പറായിട്ട് വായിക്കേണ്ട രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ആ ഫയലിൽ എങ്ങനെയാണോ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ആ സെയിം ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫയൽ റീഡ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് തിരിച്ച് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിൽ കൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരിക്കലും നിങ്ങൾ യൂസറിൻ്റെ ക്രെഡൻഷ്യലും കാര്യങ്ങളും ബാങ്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളൊരു TXT ഫയൽ സേവ് ചെയ്യരുത്, കാരണം അത് തീരെ സെക്യൂർഡ് അല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഡാറ്റാബേസിലാണ് ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ ചില കേസുകളിലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫോൾഡർ ഇമേജ് അപ്ലോഡ് ചെയ്യാനും ഫോൾഡർ അപ്ലോഡ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോൺസെപ്റ്റാണ് ഈ മെത്തേഡുകളൊക്കെ FS എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിൻ്റെ പാത്ത് കിട്ടാൻ നമ്മൾ പാത്ത് ഉപയോഗിക്കും. അപ്പോൾ ഇതേപോലെ റീഡും റൈറ്റും റീനെയിമും അങ്ങനെ പല മെത്തേഡ്സ് ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്കിത് ലാസ്റ്റ് ആയിട്ട് ഇവൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത് നോട്ട്ജസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് മൊത്തം റിമൂവ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ കോൺസ്റ്റ് ഇവൻറ്റ് എമിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് എഴുതും. ഇത് ഇസ് ഈക്വൽ ടു റിക്വയർ, ഇവിടെ നമ്മൾ ഇവൻറ്റ്സ് എന്ന് എഴുതും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്ലാസ് ആണ് ഇവൻറ്റ് എമിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ എല്ലാ ക്ലാസ്സിനും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ കോൺസ്റ്റ് എമിറ്റർ ഇസ് ഈക്വൽ ടു നമുക്ക് ന്യൂ ഇവൻറ്റ് എമിറ്റർ എന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓപ്സ് കോൺസെപ്റ്റ് അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ക്ലാസ്, നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്താൽ അതൊരു ഒബ്ജക്റ്റ് ഉണ്ടാവും. ക്ലാസ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് ആണ്, ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ ഓപ്സ് കോൺസെപ്റ്റ് അറിയാൻ കുഴപ്പമൊന്നുമില്ല, കാരണം ഇവിടെ നമ്മൾ ഓപ്സിലേക്കൊന്നും കടക്കുന്നില്ല, നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഓപ്സ് കോൺസെപ്റ്റ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് ഈ ഇവന്റ് എമിറ്റർ? അതറിയണേ ഇതൊരു ഇവന്റ് ട്രിഗർ ചെയ്യും, എന്നിട്ട് ആ ഇവന്റ് വേറൊരു സ്ഥലത്ത് അത് ആക്സസ് ചെയ്യും. അതാണ് ഈ ഇവന്റ് എമിറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഇവന്റ് പാസ് ചെയ്യണം, അതായത് ഇപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ എനിക്കൊരു ഇവന്റ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എമിറ്റർ ഡോട്ട് എമിറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് വിളിക്കും. ഈ മെത്തേഡിൽ ഫോർ എക്സാമ്പിൾ എന്ത് പേരാണ് ഞാൻ കൊടുക്കുന്നത് ആ പേരിലായിരിക്കും അവിടെ ഞാൻ റിട്രീവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ മെസ്സേജ് എന്ന പേരിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്തപ്പോൾ ഞാൻ മെസ്സേജ് പാസ് ചെയ്യാണ് ആ ഒരു ഫംഗ്ഷനിലേക്ക്. അപ്പോൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കോമ ഇട്ടിട്ട് ഇവിടെ ഞാൻ ആ മെസ്സേജ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ TXT ഇട്ടിട്ട് ഞാനിവിടെ യൂസർ ലോഗ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുക്കണം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി ട്രിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇപ്പോൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ മേലെ വന്നിട്ട് എമിറ്റർ ഡോട്ട് ഓൺ എന്ന് പറഞ്ഞ ഇവന്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എമിറ്റ് ഉപയോഗിച്ചിട്ട് ഇവന്റ് നമ്മൾ ഫയർ ചെയ്യും, ഓൺ ഉപയോഗിച്ചിട്ട് ആ ഇവന്റ് നമ്മൾ റിട്രീവ് ചെയ്യും. എന്നിട്ട് ഇതിനുള്ളിൽ നമ്മൾ എന്താണ് ആ ഇവന്റിന്റെ പേര്, ആ ഇവന്റ് പേരാണ് നമ്മൾ ഇവിടെ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ മെസ്സേജ് കൊടുക്കും. പിന്നെ ഇതിന്റെ സെക്കൻഡ് പാരാമീറ്റർ ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡിന്റെ ഉള്ളിലായിരിക്കും നമ്മളിവിടെ കൊടുത്ത ഡാറ്റ ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്ത ഈ ടെക്സ്റ്റ് എന്നുള്ള വാല്യൂ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ജസ്റ്റ് console.logനുള്ളിൽ ചെയ്ത് നോക്കാം എന്താണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൺസോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് നോട്ട് സ്ക്രിപ്റ്റ് അമർത്തിയപ്പോൾ ഒരു എറർ വരുന്നുണ്ട്, അതായത് കനോട്ട് ഫൈൻഡ് മോഡ്യൂൾ ഇവന്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇവന്റ്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവന്റ്സ് എന്ന് പറഞ്ഞ മോഡ്യൂളിൽ നിന്നാണ് ഈ ഇവന്റ് എമിറ്റർ കിട്ടുന്നത്. നമുക്കിത് ഒന്നുകൂടി റൺ ചെയ്യാം. ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ടെക്സ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ അത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ .txt കൊടുക്കാം. ഇതിപ്പോൾ ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡാറ്റ കിട്ടും. അപ്പോൾ എന്താണ് ഇതിനുള്ള ഉപകാരം? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു യൂസർ ലോഗിൻ ചെയ്ത്, അപ്പോൾ യൂസർ ലോഗിൻ ചെയ്തതിനു ശേഷം നമുക്ക് ഇന്ന ഇവന്റ് ട്രിഗർ ചെയ്യണം. അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ ഇവന്റ് എമിറ്റർ ഉപയോഗിക്കും. ഇതിൻ്റെ കൂടെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ വേറെ ഒരു ഫംഗ്ഷനാലിറ്റി നടക്കും, നമ്മളിവിടെ യൂസറിൻ്റെ ലോഗ്ഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് ട്രിഗർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ യൂസർ ലോഗ്ഡ് ഔട്ട് എന്ന് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ഇവന്റ് എമിറ്റർ ഓൺ ലോഗ് ഔട്ടിൽ നമുക്ക് ആ മെസ്സേജ് ഇവിടെ കാണിക്കാൻ പറ്റും. അതിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനാലിറ്റി ഇവിടെ കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും യൂസർ ലോഗ്ഡ് ഔട്ട്. ഇവിടെ ഞാൻ ഒബ്ജക്റ്റിൽ കൊടുക്കാൻ കാരണം നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് അതിൻ്റെ യൂസറിൻ്റെ ഐ ഡി കൊടുക്കാൻ പറ്റും ഇവിടെ. ഇപ്പോൾ യൂസറിൻ്റെ ഐ ഡി ഇതാണ്. അപ്പോൾ നമുക്ക് ആ ഡാറ്റാബേസിൽ ആ ഐ ഡി വെച്ചിട്ട് എന്തെങ്കിലും ഫെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വാല്യൂ മാത്രമാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ ബ്രാക്കറ്റ് മൊത്തം റിമൂവ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് അതിൻ്റെ വാല്യൂ കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ യൂസർ ലോഗ്ഡ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ .text ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടാം. ഇതിപ്പോൾ ഒരു ക്ലാസ് ആണല്ലോ. അപ്പോൾ ഈ ക്ലാസ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിന് തന്നെ പല ഇൻസ്റ്റൻസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇവിടെ തന്നെ ഇത് റിമൂവ് ചെയ്തതിനു ശേഷം ഇവിടെ എനിക്ക് സെയിം ഇവന്റിൽ തന്നെ പല മെസ്സേജ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ യൂസർ ലോഗ്ഡ് ഇൻ, നമുക്കിവിടെ യൂസർ വെൻ ടു അബൌട്ട് പേജ്,
ഇത് സേവ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും യൂസർ ലോഗ്ഡ് ഇൻ, യൂസർ വെന്റ് ടു അബൌട്ട് പേജ്. അപ്പോൾ ഓരോ ഇവന്റിലും നമുക്കിത് സെയിം ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ ട്രിഗർ ചെയ്യാൻ പറ്റും. വേറൊരു ഇവന്റിന്റെ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും യൂസർ വെന്റ് ടു കോൺടാക്ട് പേജ്. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ 3 ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവന്റ് പാസ് ചെയ്യാനും റിട്രീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഇവന്റ് എമിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള Node.jsന്റെ ഫീച്ചർ. അപ്പോൾ ഇനി അടുത്ത ട്യൂട്ടോറിയലൊക്കെ ഇനിയും കുറേ ഡീപ്പായിട്ട് കാര്യങ്ങൾ കവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതുവരെ പഠിപ്പിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതുവരെ കണ്ട് ഇഷ്ടമെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.